Okay, good morning students. Next നമ്മൾ നോക്കുന്നത് entrepreneurial competencies. Okay. എന്താണ് entrepreneurial competencies കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, അതായത് നമ്മൾ പറയില്ലേ കോമ്പറ്റീഷൻ, ആ ഒരു ടൈപ്പ് ഓഫ്, അതായത് entrepreneurial competencies such as creativity and innovation, interpersonal skills ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ എൻ്റർപ്രണറിയൽ കോമ്പറ്റൻസീസ് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയ കുറേ കാര്യങ്ങളില്ല, ഈ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, ഇൻ്റർപേഴ്സണൽ സ്കിൽ, ബിസിനസ് ലീഡർഷിപ്പ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ സംഭവമാണ് ഈ ഇൻ്റർപേഴ്സണൽ കോമ്പറ്റൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്രോത്ത് ആൻഡ് സക്സസ് ഓഫ് ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോമ്പറ്റൻസീസ് ഓഫ് ദ എൻ്റർപ്രണർ. അല്ലേ, ഓരോ നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ എൻ്റർപ്രണേഴ്സിൻ്റെയും എന്താ പറയുക ഗ്രോത്തും അതിൻ്റെ സക്സസ്സിനെയാണ് നമ്മൾ അതിലൂടെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് അവരുടെ, അതായത് എൻ്റർപ്രണറുടെ ഗ്രോത്തും അവരെ സക്സസ്സും എന്താണ് ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. അല്ലേ, അതാണ് നമ്മൾ കോമ്പറ്റൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Entrepreneurial competencies are very important for entrepreneurship development as well as അല്ലേ, ഒരു എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് എൻ്റർപ്രണറിയൽ കോമ്പറ്റൻസീസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ എന്താണ്, കോമ്പറ്റൻസീസ് ആർ നോട്ട് ടാസ്ക് ബട്ട് enablers which helps individuals accomplish task. അല്ലേ, കോമ്പറ്റൻസീസ് പറഞ്ഞാൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ടാസ്ക് അല്ല, അല്ലെ, നോർമലി അതൊരു ടാസ്ക് അല്ല. കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്നത് ഇറ്റ് ഈസ് നോട്ട് എ ടാസ്ക്. പക്ഷെ എന്താണ് ടാസ്ക് എന്ന് പറയുന്നത്, ഓരോ എൻ്റർപ്രണേഴ്സും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസും അവരുടെ ബിസിനസ് എന്ത് ചെയ്യുക, അവർക്ക് കൊടുത്തിട്ടുള്ള വർക്കിനെ കംപ്ലീറ്റ് ചെയ്യുക, അതിൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നതാണ് ടാസ്ക്. അതിൽ എന്താ പറയുക ഇൻക്ലൂഡഡ് ആയിട്ട്, അത് നമ്മൾ പറയില്ലേ ഒരു കോർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബിസിനസ്സിൽ കോർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ കോമ്പറ്റൻസീസ് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ എൻ്റർപ്രണേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ എൻ്റർപ്രണറിയൽ കോമ്പറ്റൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പം നമുക്കൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഒരു മ്യൂസിക് പെർഫോമൻസ്, അതായത് മ്യൂസിക് പെർഫോമർ ഉണ്ടെങ്കിൽ ഒരാൾ ഇപ്പോൾ സ്റ്റേജിൽ പാട്ട് പാടുകയാണ് കരുതുക. അപ്പോൾ അയാളുടെ ഒരു മെലഡി വോയിസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ എന്താണ് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ, അപ്പോൾ അത് ഓരോ പെർഫോമൻസിലും ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മളെ ജനങ്ങൾക്ക് ഇംപ്രസ് ചെയ്തെടുക്കുക, അതിനെയാണല്ലോ അയാളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, അതായത് ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പാടും, പക്ഷേ ആ പാട്ടിനെ കുറച്ചുകൂടി എഫക്റ്റ് ആക്കല്ലേ. ഇപ്പം ഒരു പാട്ട് നിന്നിട്ട് ഇപ്പം ഞാൻ പാടുമ്പോഴും ഒരേ പാട്ട് ഒരാൾ പാടുന്നതിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതിന് അയാളുടെ വോയിസിൽ, അയാൾ അതിന് കൊടുക്കുന്ന അപ്പിയറൻസസ്, അതിൻ്റെ ഒരു ഓവറോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ, ഇതിലൊക്കെ ആയിരിക്കും നമുക്കൊരു കസ്റ്റമേഴ്സ് വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ അവർക്കൊരു എന്താ പറയുക, അല്ലെങ്കിൽ പാട്ടാവുന്ന സമയത്ത് ഒരു പ്രേക്ഷകർ എന്നുള്ളത് നമുക്കതിനെ കുറച്ചും കൂടി എന്താ പറയുക നമ്മളിലേക്ക് ഇറങ്ങി എത്താൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണത് ഈ കോമ്പറ്റൻസി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റർപ്രണേഴ്സ് തമ്മിലുള്ള ഒരു എന്താ പറയുക സൈലൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എൻ്റർപ്രണറിയൽ കോമ്പറ്റൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഗുഡ് ഫോർ എന്തിന് ഡെവലപ്മെൻറ്റ് ഓഫ് ബിസിനസ്. അല്ലെ, ബിസിനസ് ഡെവലപ്മെൻറ്റിന് അതൊരു നല്ല കാര്യമാണ്, പക്ഷെ അത് ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ എന്താണ്, ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്താ, നോർമൽ വേർഡാണ്, നമ്മൾ ക്രിയേറ്റീവ് ആവുക. ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, creativity is one of the important competencies for successful entrepreneurs which is potential to generate new ideas, new solutions and new ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് പുതിയതായിട്ട് കൊണ്ടുവരിക, പുതിയ ഐഡിയാസ്, പുതിയ ഇന്നോവേഷൻസ്, പുതിയ സ്ട്രാറ്റജീസ്, പുതിയ എന്താ പറയുക ടെക്നോളജീസ് എല്ലാം ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരുന്നതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു നല്ല ഓരോ ഇതിൽ പറയുന്ന ഓരോ ഫാക്ടേഴ്സിനെയും സോൾവ് ചെയ്ത് വരുമ്പോഴേ ഒരു നല്ലൊരു എൻ്റർപ്രണറിയൽ കോമ്പറ്റൻസീസ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കാണുന്നു. ഓക്കെ, ദെൻ എന്താണ്, ഇപ്പോൾ ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദെൻ ക്രിയേറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ tendency to generate or recognize ideas, alternatives or possibilities that may be useful in solving problems. അല്ലേ,
ഒരു നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിനായാലും ബിസിനസ് ഡെവലപ്മെൻറ്റിനും ഓപ്പർച്യൂണിറ്റീസിനായാലും ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് പോസിബിലിറ്റീസിനായാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്രിയേറ്റീവ്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇന്നോവേഷൻസ്. ക്രിയേറ്റിവിറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇന്നോവേഷൻ ആണ് നെക്സ്റ്റ്. വാട്ട് ഈസ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് അല്ലേ. അതായത് വൈൽ ക്രിയേറ്റിവിറ്റി മീൻസ് കോൺട്രിബ്യൂട്ടിങ് സംതിങ് ന്യൂ, ഇന്നോവേഷൻ ഈസ് അപ്ലിക്കബിൾ അല്ലേ. അതായത് ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും തമ്മിലൊരു ചെറിയ സിമിലർ ടച്ച് ഉണ്ട്. അതായത് ഒരു നല്ല ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് അത് ഇന്നോവേറ്റ് ചെയ്യുന്നത് ആണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതായത് നല്ല ഐഡിയാസ് കൊണ്ടുവരിക, നമ്മൾ പറഞ്ഞല്ലോ ഐഡിയാസ്, സ്ട്രാറ്റജീസ്, ടെക്നോളജീസ് എന്ത് കൊണ്ടുവന്നാലും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുക എന്നതിനെയാണ് നമ്മൾ ഇന്നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്, അതായത് പ്രോസസ് ഓഫ് ഇന്നോവേഷനിൽ ഫസ്റ്റ് നമ്മൾ ഐഡിയ ജനറേഷനും അല്ല, ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ദെൻ അതിനെന്ത് ചെയ്യുക, ആ ഐഡിയ നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കുക. ഫസ്റ്റ് നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലേ. ഫസ്റ്റ് വേണ്ടത് എന്താ, ഐഡിയ ഉണ്ടാവുക എന്നുള്ളത്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ആ ഐഡിയനെ നമ്മൾ ചിന്തിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കണം. സ്ക്രീൻ ചെയ്തെടുക്കുക വെച്ചാൽ അതിലെ നല്ലതും ചീത്തതും ഒക്കെ മനസ്സിലാക്കി എങ്ങനെ, എന്ത്, വാട്ട്, വെന്ന്, ഹൗ എന്നൊക്കെയുള്ള രീതിക്ക് നമ്മൾ അതിനെ സ്ക്രീൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതെന്താ, സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കി നിൽക്കാൻ പാടുള്ളൂ അല്ല, നേരെ അതിനെ എക്സ്പെരിമെൻ്റ് ചെയ്യണം അല്ലേ. നമ്മൾ പറയും നമ്മളൊരു സാധനം തുടങ്ങാന്ന് വെച്ചാൽ അധികം ചിന്തിച്ചിരിക്കരുതെന്ന്, ഏറ്റവും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളത്. അത് ഇത് സക്സസോ ഫെയിലിയർ സെക്കൻഡാണ്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ അതിലേക്ക് ഇറങ്ങി എക്സ്പെരിമെൻ്റ് ചെയ്യുക. ഓക്കെ, അത് വൈകിപ്പിക്കാതിരിക്കുക, നേരെ അത് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാം. ദെൻ അതിനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യും. നമുക്ക് കിട്ടുന്ന എല്ലാ ഐഡിയാസും, നമ്മളെ കിട്ടുന്ന എല്ലാ അറിവുകളും വെച്ചിട്ട് ഒക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അതിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കുക. ദെൻ അതിനെന്താ, ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോഡക്റ്റ് ഒരു ബിസിനസ് ആയി കഴിഞ്ഞാൽ അതിനെന്താ, കൊമേഴ്ഷ്യലൈസ് ചെയ്യുക, അതായത് വിൽക്കുക. നമ്മൾ എന്താണോ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ വിൽക്കുക, കൊമേഴ്ഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ഈ ഇന്നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നാണ് പിന്നെ ഇത്രയും പ്രോസസ്സ് ഉണ്ടായി വരുന്നത്. അതാണ് നമുക്ക് ഇന്നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആണ് ഇന്നോവേഷൻ. അത് ഇന്നോവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പിറ്റൻസീസ് ഫാക്ടറാണ് ഇത്. സെക്കൻഡ് വൺ ഇന്റർപേഴ്സണൽ സ്കിൽ. തേർഡ് വൺ ഇന്റർപേഴ്സണൽ സ്കിൽ. ഇന്റർപേഴ്സണൽ സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Interpersonal skill are generic types of skills which can be helpful access to levels of any organization including in entrepreneurial ventures അല്ലേ. അതായത് എല്ലാ എൻ്റർപ്രണറിയൽ വെഞ്ചേഴ്സിലും വേണ്ട ഒരു സാധനമാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഹേവിയറൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ്, പേഴ്സണൽ യൂസേഴ്സ് ആൻഡ് മോട്ടീവ്സ്, അതേപോലെ ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് അതേഴ്സ് എഫക്റ്റ്. അതായത് ഇന്റർപേഴ്സണൽ സ്കിൽ ഓരോ വ്യക്തികളുടെ സ്കില്ലിനാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. അതായത് ഓരോ എംപ്ലോയീസ് അവരുടെ എന്തെങ്കിലും അല്ല, ഓരോ എൻ്റർപ്രണർ അവരുടെ എന്താണ് ബിഹേവിയർ, അവരുടെ ഒരു എന്താ പറയുക ടാക്ടിക്കൽ നോളേജ്, അവർക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ, അവർക്ക് ഉണ്ടാവുന്ന ഓരോ വ്യക്തികൾക്ക് ഓരോ എൻ്റർപ്രണറിന് ഉണ്ടാവുന്ന സ്കില്ലിനാണ് ഇന്റർപേഴ്സണൽ സ്കിൽ. അത് ഏറ്റവും കൂടുതൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ല ഒരു ബിസിനസ് ഒരു എൻ്റർപ്രൈസ് സ്ഥാപിക്കുമ്പോൾ അയാളുടെ ഒരു ഓണറിൻ്റെ എല്ലാ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സും അയാളുടെ എല്ലാ സ്കിൽസുമാണ് നമ്മൾ ഈ ഒരു എൻ്റർപ്രൈസിൻ്റെ എന്തെന്ന് പറയുക എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒരു ഓവറോൾ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ടാക്ടിക്കൽ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കില്ല്, അയാളുടെ മോട്ടിവേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, അതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ സ്കില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും എന്താണ് ഒരു എൻ്റർപ്രണർഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ദെൻ ബിസിനസ് ലീഡർഷിപ്പ്. നെക്സ്റ്റ് ബിസിനസ് ലീഡർഷിപ്പ്, അടുത്ത കോമ്പറ്റൻസീസ് ഫാക്ടർ ബിസിനസ് ലീഡർഷിപ്പ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ബിസിനസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ ടു ലീഡ്, ഇൻഫ്ലുവൻസ് ഓർ ഗൈഡ് അതർ ഇൻഡിവിജ്വൽസ് ടീംസ് അല്ലേ. അതായത് ഒരു എൻ്റർപ്രണർ ഉണ്ടായിരിക്കാം. അപ്പോൾ എൻ്റർപ്രണറെ ബിസിനസ് എൻ്റർപ്രണർഷിപ്പ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അയാളുടെ ലീഡർഷിപ്പ് സ്കില്ല്, അതായത് അയാളൊരു എൻ്റർപ്രണർഷിപ്പ് ഒരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ ഒത്തിരി എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അവരെ ലീഡ് ചെയ്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരാളുടെ സ്കില്ല് അല്ലേ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് വളരെ കുറവായിരിക്കാം, അയാൾക്ക് എൻ്റർപ്രണർ ക്വാളിറ്റി ഉണ്ടായിരിക്കും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അയാൾക്ക് അത് എന്ത് ചെയ്യണം, അതിൽ ഒത്തിരി എംപ്ലോയീസ് വരുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ
അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് അവരുടെ ഇതും പ്രൊമോട്ട് ചെയ്തിട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യണം, ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ല്, ബിസിനസ് ലീഡർഷിപ്പ് സ്കില്ല് ഉണ്ടായിരിക്കുക ഒരു എൻ്റർപ്രണറിനുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു എൻ്റർപ്രണർ ഷുഡ് ഹാവ് എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് കൺവിൻസ് അതേഴ്സ് അല്ലേ. ഒരു എൻ്റർപ്രണർക്ക് എപ്പോഴും എന്തിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം, മറ്റുള്ള ആൾക്കാർ അത് അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അയാൾക്ക് എന്താണോ വേണ്ടത് അതിനെ കറക്റ്റ് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യിക്കാനും അറ്റ് ദ സെയിം ടൈം അവരെ ഇൻസ്പയർ ചെയ്യിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കുക എന്നതാണ് ബിസിനസ് ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ നോക്കുന്നത് പ്രോബ്ലം സോൾവിങ് സ്കിൽ അല്ലേ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലീഡർഷിപ്പ് സ്കിൽ ഉള്ള പോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാവണം. നമ്മൾ ഒത്തിരി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയും എംപ്ലോയീസിന് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മുടെ വർക്കിംഗ് ഏരിയാസിലെ പ്രോബ്ലംസ് ഉണ്ടാവും, ബിസിനസ് റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും ഒരു ബിസിനസ് ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടും മാനേജ് ചെയ്യാനും സോൾവ് ചെയ്യാനും ഈ എംപ്ലോയീസിനൊക്കെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഏറ്റവും ഗുഡ് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യിക്കാനും ഒക്കെ ഉള്ളൊരു സ്കിൽ ഉണ്ടായിരിക്കുക ഒരു എൻ്റർപ്രണർക്ക് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക കോമ്പിറ്റൻസി ഫാക്ടറാണ് ഇതിലുള്ളത്. അതായത് കോമ്പിറ്റൻസി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്കില്ലുള്ള ഒരാളായിരിക്കും ഏറ്റവും നല്ലൊരു എൻ്റർപ്രണർ. അപ്പം അവിടെ ഒരു ഓപ്പോസിറ്റ് എൻ്റർപ്രൈസസിനും കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പം അത്രയും സ്കില്ല് ഉണ്ടാവുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം. ഓക്കെ, പിന്നെ എന്താ പ്രോബ്ലംസ് മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് കൊടുക്കുന്നതിനാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലോണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലേ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ നമ്മൾ വേറെ ഓരോ സബ്ജക്റ്റിലായിട്ട് പറഞ്ഞ് ഡിസ്കസ് ചെയ്തത് ഒരേ സാധനങ്ങളാണ്, സിമ്പിൾ ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതായത് ടോപ്പ് ടു ലോ ലെവൽ തൊട്ടിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു എൻ്റർപ്രണർ. എന്താണോ അയാളുടെ ബിസിനസ്സിൽ നടക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, അതായത് ഫീഡ്ബാക്ക് ആയാലും അല്ലെങ്കിൽ പ്രശ്നം ഒരു എംപ്ലോയി അറിയിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെയും കറക്റ്റ് മാനിച്ചു അവരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ സോൾവ് ചെയ്തിട്ട് ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി വിത്ത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടായാലും ക്ലയൻസ് ആയിട്ടായാലും ടീം മെമ്പേഴ്സ് ആയാലും എല്ലാവരുമായിട്ട് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്താണ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫക്റ്റീവ് നെഗോഷിയേഷൻ ഫോർ സക്സസ് ഓഫ് അല്ലേ. ഒരു നല്ല നെഗോഷിയേഷൻ ഒരു എൻ്റർപ്രൈസിൻ്റെ സക്സസിനെ സഹായിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് ഡീൽ മാർക്കറ്റിംഗ് സിറ്റുവേഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എൻ്റർപ്രൈസസ് ഗ്രോത്ത്. അതായത് ഒരു എൻ്റർപ്രൈസസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ പറയാം, നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കി, അതേ ഇപ്പം സോപ്പിൽ തന്നെ വെറൈറ്റി ഓഫ് സോപ്പ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ കാര്യങ്ങളും. അപ്പം അതിൽ നിന്നൊക്കെ നമ്മളതൊരു യുണീക്ക് ആക്കുക, ഡിഫറെൻ്റ് ആക്കുക എന്നുള്ളൊരു ഐഡിയ. അതായത് ഒരു ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഡീലിംഗ് മാർക്കറ്റിംഗ് സൊല്യൂഷൻസ്, ഡിഫറെൻറ്റ് സ്റ്റേജസ്, അതിലൊക്കെ ഒരു ഒക്കത്തിലൊരു ചില സാധനങ്ങൾ നമുക്ക് പുതിയതാണെങ്കിലും പെട്ടെന്ന് ആളിലേക്ക് എത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർ നോർമലി കണ്ടുവന്നൊരു പാറ്റേണിന് അവരുടെ തിങ്കിങ് പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ ഒരു യുണീക്നെസ് ഉണ്ടാക്കുന്നതിനെ നെഗോഷിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താവും, അത് ഏറ്റവും കൂടുതൽ ബിസിനസ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. It is a dialogue between two or more people or parties intended to reach a beneficial outcome over more issues where an interest of conflict exists അല്ലേ. അതായത് അതുപോലെ അതിൽ നമുക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തിട്ട് ആ ഒരു നെഗോഷിയേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ല സക്സസ് നെഗോഷിയേഷൻ ഏറ്റവും നല്ലൊരു എൻ്റർപ്രൈസസിനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്? റിസ്ക് ഉണ്ടായിരിക്കും എൻ്റർപ്രണർക്ക്, ഒത്തിരി റിസ്ക് ഉണ്ടായിരിക്കും. അയാൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഒരു എൻ്റർപ്രണർ ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അയാൾക്കായിരിക്കും അയാൾ ബിസിനസ്സിൻ്റെ ഓവറോൾ എല്ലാ ഹെക്റ്റിക്കും അയാളെ തലയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ അതിൽ വരുന്ന റിസ്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. ലോ ലെവൽ തൊട്ടിട്ട് ഹൈ ലെവൽ റിസ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അയാൾക്ക് അത് കറക്റ്റ് മാനേജ് ചെയ്യാനും ആ റിസ്ക് ഒക്കെ സോൾവ് ചെയ്തിട്ട് അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ് എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യേണ്ടത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാനും അയാൾക്ക് എന്തുണ്ടായിരിക്കണം, സ്കിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എൻ്റർപ്രണറിയൽ കോമ്പിറ്റൻസീസിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ എൻ്റർപ്രണറിയൽ കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്. അപ്പോൾ ക്രിയേറ്റീവ് ആയിരിക്കണം, ഇന്നോവേഷൻസ്, ഇൻ്റർപേഴ്സണൽ സ്കില്ല് ഉണ്ടായിരിക്കുക. ഓരോ എൻ്റർപ്രണറിനും വേണ്ട ക്വാളിറ്റീസ് ആണിത്. ബിസിനസ് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കുക, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, നെഗോഷിയേഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്.